ഹലോ ഫ്രണ്ട്സ്, കല്ലു സൈഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീട്ടിൽ നിൽക്കുന്ന ഒരു ദിവസത്തിൻ്റെ ആരംഭമാണ് ഇന്ന്. അപ്പോൾ എന്തായാലും പല്ല് തേച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പൊക്കെ ആയിരുന്നു കേട്ടോ രാവിലെ. അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ പേസ്റ്റൊക്കെ തീർന്നിട്ടുണ്ട്. എന്നും ഇട്ട് എറിഞ്ഞിട്ട് ഓടയല്ലേ. അപ്പോൾ ഇന്ന് ഞെക്കി പിഴിഞ്ഞൊക്കെ ആ പേസ്റ്റിനെ വലിയ ഇന്നത്തേക്ക് ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പല്ലൊക്കെ തേച്ചു. അങ്ങനെ എല്ലായിടവും പ്രകൃതിയൊക്കെ നോക്കി പല്ല് തേക്കായിരുന്നു. ഈ ഒരു ദിവസമേ ഉള്ളൂ ഇതൊക്കെ നോക്കി പല്ല് തേക്കണം. അല്ലാത്തതൊന്നും നമ്മൾ പെട്ടെന്ന് തേച്ചിട്ട് ഓടയായിരുന്നല്ലോ. ചെടിക്കൊക്കെ ക്ഷീണം വന്നിട്ടുണ്ട്. അതൊക്കെ നമുക്കിനി നോക്കണം. ഒരു ചുടക്ക് തയ്യായിരുന്നു കേട്ടോ അത്. അപ്പോൾ നമ്മൾ റേഷൻ കടയിൽ കിട്ടിയ ഗോതമ്പ് ഞാൻ കൊണ്ടുവച്ച് ഉണക്കിയായിരുന്നു നമുക്ക് പൊടിക്കാൻ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ മാവേലി സ്റ്റോറിൽ നമ്മൾ കുറച്ച് സാധനവും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ മാക്സിമം മാവേലി സ്റ്റോറിലുള്ളത് അവിടെ നിന്നാണ് കേട്ടോ വാങ്ങുന്നത്. അതൊക്കെ പൊടിക്കാൻ വേണ്ടിയായിരുന്നു. മുളകും മല്ലിയും പൊടിക്കാനുള്ളതായിരുന്നു. പിന്നെ പ്രതീക്ഷിക്കാതെ നമുക്ക് വെളിച്ചെണ്ണയും കൂടി കിട്ടിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ വെളിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും വില കുറവാണല്ലോ. അപ്പോൾ വെളിച്ചെണ്ണയും കൂടി കിട്ടിയതിൽ വളരെ സന്തോഷമായി. ഇത് പഞ്ചസാരയായിരുന്നു. പഞ്ചസാരയിൽ കറുത്ത ഉറുമ്പൊക്കെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കടി ഉറുമ്പല്ല. കാരണം 2 ദിവസമായി വാങ്ങിയോടെ കൊണ്ട് വച്ചിട്ട് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ തട്ടി വയ്ക്കാനൊന്നും താമസിച്ചതാണ്. ഇത് കറുത്ത കടല, ചുണ്ടൻ കടലയുടെ കറുത്തതായിരുന്നേ. ഇവിടെ ചേട്ടനും ഇവിടെ ഇവർക്കൊക്കെ ഇതാണ് ഇഷ്ടം. വലിയ കടല വലിയ താല്പര്യമില്ല അവർക്ക്. പിന്നെ ഒരു 5 കിലോ അരിയും കൂടി വാങ്ങി കേട്ടോ. നമ്മൾ സാധാരണ റേഷൻ അരിയാണ് വയ്ക്കുന്നത്. പക്ഷേ ഇന്ന് മാവേലി സ്റ്റോറിൻ്റെ 5 കിലോ അരി അതും കൂടി വാങ്ങി. കല്യാണിക്ക് ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ തട്ടിപ്പറക്കി വെച്ചപ്പോഴത്തേക്ക് വീട്ടിനകം എല്ലാം ഒന്ന് കഴുകാമെന്ന് വിചാരിച്ച് എല്ലായിടവും ഒന്ന് കഴുകി കേട്ടോ. കഴുകി ഏതാണ്ട് അടുക്കളയുടെ ഭാഗത്തോട്ടൊക്കെ വന്നു. വീട് ഫുള്ളും കഴുകണമല്ലോ. അപ്പം ഞാൻ മാത്രം എൻ്റെ അസിസ്റ്റൻറ്റും കൂടി ഉണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അസിസ്റ്റൻറ്റിന് വലിയൊരു ഓഫറൊക്കെ കൊടുത്ത് ഇരുത്തിയൊക്കെയാണ്. നല്ലപോലെ കഴുകി ഇറക്കുകയും ചെയ്യുന്നുണ്ട്. ഓസിട്ട് വെറുതെ വെള്ളം അടിച്ച് വിടുകയും ചെയ്യണുണ്ട്. എന്നാലും വലിയൊരു സപ്പോർട്ടായിരുന്നു. എനിക്ക് ഇവിടെ വെള്ളത്തിലേക്ക് കയറി കളിക്കാൻ വലിയ താല്പര്യം. അതങ്ങനെ കയറിയിരുന്നു വരവേണം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് പോയി കഴിക്കാമെന്നുള്ളൊരു ഓഫറായിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ അതിന് വേണ്ടി റെഡിയാവാനൊക്കെ പറഞ്ഞ് എല്ലാം റെഡിയായി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൈലറ്റ് വാഹനം റെഡിയായി വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ കയറാൻ പോകുന്നുണ്ട്. എല്ലാവരും കയറിപ്പോയി. അപ്പോൾ നമ്മൾ മാത്രം കഴിച്ചാൽ പോരല്ലോ, വണ്ടിക്ക് മെച്ചക്കുമല്ലോ. അപ്പോൾ വണ്ടിക്ക് പെട്രോൾ കുറവാണെന്ന് പറഞ്ഞു ചേട്ടൻ. എന്നിട്ട് പെട്രോൾ അടയ്ക്കാൻ വേണ്ടി കൊണ്ട് കയറ്റി. കേശു ഫ്രണ്ടിലിരുന്ന് നയിക്കുകയാണ് കേട്ടോ. കേശുവിന് ഇഷ്ടമുള്ള ഹോട്ടലിൽ പോകുമെന്ന് പറഞ്ഞ്. കല്യാണി മേക്കപ്പിലായിരുന്നേ. ഞാൻ വിളിച്ച ഉടനെ തന്നെ കല്യാണി മേക്കപ്പൊക്കെ മാറ്റി വെച്ചു. വണ്ടിക്കകത്തിന് ഒരുങ്ങിയായിരുന്നു. അപ്പോൾ കേശുവിന് വിസ്മയെ പോകണം, കാട്ടാക്കട തന്നെ പോകണം എന്ന് പറഞ്ഞു. കാരണം അവിടെ പാർക്കുള്ളതുകൊണ്ട്. പിന്നെ അവിടെ പോയി അവിടെ ഈ ആനയൊക്കെ കേശുവിന് കാണിച്ചു കൊടുത്ത് എന്നിട്ട് കടയ്ക്കകത്ത് കയറി അവരാ ഓർഡർ ചെയ്തത് കേട്ടോ. കല്യാണിയും കേശുവും അവർക്ക് ചിക്കൻ ബിരിയാണി മതി എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി ഒരു ചിക്കൻ ബിരിയാണി വാങ്ങി. അച്ഛന് ദോശ, സാധാ ദോശ എന്ന് പറഞ്ഞാൽ അച്ഛൻ ദോശയാണ് കഴിച്ചത്. ഞാൻ ഒരു മുട്ട ബിരിയാണി ആയിരുന്നു കേട്ടോ. ഞാൻ മുട്ട ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ആദ്യമായിട്ടൊരു മുട്ട ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. വലിയ പ്രതീക്ഷയിലൊക്കെ വാങ്ങിച്ചായിരുന്നു. കുഴപ്പമില്ലെന്നുള്ളൂ. എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കുഴപ്പമില്ല, കഴിച്ചു. ഇത് കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണിക്ക് ഒരു ഷാർജ വേണമെന്ന് പറഞ്ഞു. കേശുവിന് വേണ്ടാന്ന് പറഞ്ഞു. കേശു കുറച്ച് കുടിച്ചിട്ട് കല്യാണിക്ക് കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ഏതാണ്ട് തീർന്നിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.